കുട്ടികൾ ശ്രദ്ധിക്കുക. ഇത് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ, പേജ് നമ്പർ 23, 24 പേജിലുള്ള ബാക്കി ഭാഗമാണ്. പാരഗ്രാഫ് 4 മുതൽ 7 വരെ. പാരഗ്രാഫ് 4 മുതൽ 7 വരെയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. നോക്കാം. ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാണ് ഇത് എടുക്കുന്നത്. ശ്രദ്ധിക്കുക. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. I took off my black coat, white shirt and not so white vest and hung them up. ഞാൻ ധരിച്ചിരിക്കുന്ന ആ ബ്ലാക്ക് കോട്ടും അതേപോലെ തന്നെ വൈറ്റ് ഷർട്ടും അത്രത്തോളം നിറമില്ലാത്ത സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്, ഞാൻ എന്ത് ചെയ്തു, അത്രത്തോളം നിറമില്ലാത്ത ബനിയനും അഴിച്ച് ഞാൻ അവിടെ വെച്ചു, ആ ഹാങ്കർമേൽ അവിടെ വെച്ചു. ഐ ഓപ്പൺഡ് ദ 2 വിൻഡോസ് ഇൻ ദ റൂം. എൻ്റെ റൂമിലുള്ള 2 വിൻഡോസും ഞാൻ തുറന്നു, 2 ജനാലകളും ഞാൻ തുറന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് 1 വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് 1 വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. ഒരു ഭാഗത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന, മുറ്റത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ജനലായിരുന്നു ഒന്ന്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിംഗ് കേബിൾസ്. ഓടിട്ട റൂഫാണ്, വിത്ത് ലോങ് സപ്പോർട്ടിംഗ് കേബിൾസ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസാണ്. എന്താണ് ടൈലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഗാബിൾസ് എന്ന് പറഞ്ഞാൽ കഴുക്കോലുകൾ ഉണ്ടായിരുന്നു. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. അതെവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ആ ചുമരിൻ്റെ മുകളിലുള്ള വാളിലാണ്. ആ ചുമരിൻ്റെ മുകളിലുള്ള ബീമിൻ്റെ മുകളിലാണ് എന്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ഈ കഴുക്കോല് സപ്പോർട്ട് ചെയ്ത് യോടുകൾ വെച്ചിരിക്കുന്നത്. ദർ വാസ് നോ സീലിംഗ്. അവിടെ എന്തുണ്ടായിരുന്നില്ല? സീലിംഗ് ഉണ്ടായിരുന്ന, മച്ചുണ്ടായിരുന്നില്ല. ആ ഓട് താഴെ നോക്കിയാൽ കാണുന്ന രീതിയിലായിരുന്നു റൂം. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. എലികളുടെ സഞ്ചാര പദമായിരുന്നു അത്. റെഗുലർ ട്രാഫിക് ടു ആൻഡ് ഫ്രം ദ ബീം. ആ ബീമിൻ്റെ മുകളിൽ കൂടെയൊക്കെ എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ. ഞാൻ എൻ്റെ ബെഡ് ഒന്ന് ക്ലീനാക്കി എന്ത് ചെയ്തു? ആ ചുമരിൻ്റെ അടുത്തേക്ക് നീക്കി അവിടെ വെച്ചു. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഞാനവിടെ കിടന്നു, ആ ബെഡിൽ ഞാൻ കിടന്നു, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി, എൻ്റെ വരാന്തയിലേക്ക് പോയി. എന്തിനായിരുന്നു വരാന്തയിലേക്ക് പോയത്? ഫോർ എ ലിറ്റിൽ എയർ, കുറച്ച് എയർ കിട്ടാൻ വേണ്ടി, കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടി പോയതായിരുന്നു. ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. പക്ഷേ നമ്മളെ കാറ്റ് ദേവത, കാറ്റിൻ്റെ ദൈവം എന്ത് ചെയ്തില്ല? പ്രത്യക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരുന്നില്ല? കാറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ 5ാമത്തെ പാരഗ്രാഫ് നോക്ക്. 5ാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഐ വെൻ ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ഞാൻ വീണ്ടും, കാറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റൂമിലേക്ക് തിരിച്ചു പോയിട്ട് എവിടെ ഇരുന്നു? ആ കസേരയിലിരുന്നു. ഐ ഓപ്പൺഡ് ദ ബോക്സ്. ഞാൻ ബോക്സ് തുറന്നു. ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ആ ടേബിളിൻ്റെ അടിയിലുള്ള ആ ബോക്സ് പെട്ടി തുറന്നിട്ട് ഞാൻ അതിൽ നിന്ന് എന്തെടുത്തു? ഒരു ബുക്ക് എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക എന്നുള്ള ബുക്കാണ്. എന്താണ് ബുക്കിൻ്റെ പേര്? ദ മെറ്റീരിയ മെഡിക്ക എന്നുള്ള ബുക്ക് ഞാൻ എടുത്തു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. ആ വലിയ കണ്ണാടിക്ക് മുമ്പിലുള്ള എന്താണ് നമ്മൾ നേരത്തെ കത്തിച്ച് വെച്ച ആ വിളക്കിൻ്റെ മുമ്പിൽ ഞാൻ അതെന്ത് ചെയ്തിരുന്നു? ആ പുസ്തകം തുറന്നു. എ സ്മോൾ കോം ലേ ബിസൈഡ് ദ മിറർ. അതിൻ്റെ അടുത്തുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു? ഒരു ചെറിയ ചീർപ്പ് ഉണ്ടായിരുന്നു, മുടി ചെയ്യാനുള്ള ചീപ്പ് അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. വൺ ഫീൽസ് ടെംപ്റ്റഡ് ലുക്ക് ഇൻ ടു മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. നമ്മൾ അടുത്ത് ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളോട് എന്തിൽ നോക്കിപ്പോകും? കണ്ണാടിയിൽ നോക്കിപ്പോകും. അതുപോലെ തന്നെ ഞാനും എന്തിൽ നോക്കി? ആ കണ്ണാടിയിൽ നോക്കി. ഐ ടുക്ക് എ ലുക്ക്. ഞാൻ അത് കണ്ണാടിയിലേക്ക് നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ബ്യൂട്ടി. ആ കാലഘട്ടങ്ങളിൽ ഞാൻ എന്തായിരുന്നു? ഭയങ്കര സൗന്ദര്യത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു. സൗന്ദര്യം സംരക്ഷിക്കൽ എൻ്റെ ഒരു കടമയായിരുന്നു. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായി ഒരു സുന്ദരനാവാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുണ്ട് ഒരു സുന്ദരനാവാനുള്ള സുന്ദരൻ ആയിരുന്നു ഞാൻ കരുതി. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഞാൻ ആരായിരുന്നു? ഒരു ഡോക്ടറാണ്. അത് മാത്രമല്ല അൺമാരീഡാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അത് മാത്രമല്ല ഡോക്ടറും കൂടിയാണ്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസൻസ്, എൻ്റെ സാന്നിധ്യം
ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അതുകൊണ്ട് തന്നെ ഞാനൊരു സുന്ദരനായിട്ട് എപ്പോഴും നിലനിൽക്കണം എന്നുള്ള ചിന്ത ആർക്കുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. ഐ പിക്ക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ. ഞാൻ ആ കോമ്പെടുത്തു, ആ ആ ചീർപ്പെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുടിയുടെ ഇടയിൽ കൂടി ഞാൻ ചീകാൻ തുടങ്ങി. ആൻഡ് അഡ്ജസ്റ്റ് ദ പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി രണ്ട് വശത്തേക്ക് ഞാൻ ചീകി, രണ്ട് വശത്തേക്ക് പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അത് ഞാൻ നല്ല ചീകി രണ്ട് സൈഡിലാക്കി വളരെ ഭംഗിയോടെ വൃത്തിയോടെ ഞാൻ അത് ചീകി വെച്ചു. എഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം അബവ്. അതിനൊക്കെ ശേഷം വീണ്ടും ഞാൻ ആ മച്ചിൽ നിന്ന് എന്ത് കേൾക്കാൻ എന്തോ ഒരു സൗണ്ട് ഞാൻ കേൾക്കുകയാണ്. മുകളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് ഞാൻ വീണ്ടും കേട്ടു. ഏഴാമത്തെ പാരഗ്രാഫിൽ നോക്കൂ. ഐ ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ഞാൻ കണ്ണാടിയുടെ അടുത്തേക്ക് പോയി എൻ്റെ മുഖം വെച്ച് നോക്കി. ഐ മേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഞാനൊരു തീരുമാനമെടുത്തു. എന്തായിരുന്നു എൻ്റെ തീരുമാനം? ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാസ് ടു ലുക്ക് മോർ ഹാൻസം. ഐ വുഡ് ഷേവ് ഡെയിലി. ഞാൻ എല്ലാ ദിവസവും ഷേവ് ചെയ്യാൻ തീരുമാനിച്ചു. അതുമാത്രമല്ല, ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാസ് ടു ലുക്ക് മോർ ഹാൻസം. എൻ്റെ മീശയൊക്കെ വെട്ടി ഒതുക്കി നല്ല സുന്ദരനായി ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചലർ ആൻഡ് എ ഡോക്ടർ. അതുമാത്രമല്ല, ഞാനൊരു ബാച്ചലറാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ ആരാണ്? ഒരു ഡോക്ടറും കൂടിയാണ്. അല്ലേ? ഇതാണ് നമ്മൾ 4 മുതൽ 7 വരെയുള്ള പാരഗ്രാഫിലുള്ളത്. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള പാരഗ്രാഫ് ഞാൻ 3 വരെയുള്ള പാരഗ്രാഫ് നേരത്തെ എടുത്തതാണ്. അതിൽ നമ്മൾ പുതിയ വാക്കുകൾ ഇതിനകത്തുള്ളത് കോയിലാണ്. കോയിലാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോയിലിൻ്റെ മീനിങ് എന്താണ്? ടു വിൻഡ് ഇൻ ടു എ സീരീസ് ഓഫ് സർക്കിൾസ്. ചുറ്റിത്തിരിക്കുക അല്ലെങ്കിൽ ചുറ്റുക, ഒന്നിനെ ചുറ്റുക എന്തിനു പറയുക? കോയിൽ എന്ന് പറയുക. നമ്മൾ കഴിഞ്ഞ മങ്കൂസിൻ്റെ പാഠത്തിൽ പഠിച്ചതാണ്. ആ സ്നേക്കിനെ കോയിൽ ചെയ്ത്, ആ സ്നേക്ക് മങ്കൂസിനെ കോയിൽ ചെയ്ത്. അതിന് കോയിൽ എന്ന് പറഞ്ഞാൽ ചുറ്റുക എന്നർത്ഥം. അവിടുത്തെ ഗേബിൾ എന്ന് പറഞ്ഞാൽ ഈ പാഠഭാഗത്തിലുള്ള കാര്യമാണ്. ആ കെട്ടിടങ്ങളിലെല്ലാം കാണുന്ന ഒരു ത്രികോണാതുള്ള മുഖപ്പുണ്ട്, ഏറ്റവും മുകളിലായിട്ട് കാണുന്നത്, അതിനാണ് എന്ത് പറയുന്നത്? ഗേബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുൾ ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിൽ ഈ 1-ാമത്തെ പാരഗ്രാഫ് കണ്ടാണ്. ഫുൾ ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ ആ പാമ്പിനെ പറ്റി പറഞ്ഞാണല്ലേ. എന്താണ്? രൗദ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ രൗദ്ര സ്വഭാവത്തോടു കൂടി നിൽക്കുന്ന ഇതിനാണ്, പാമ്പിനാണ് എന്ത് പറയുന്നത്? ഫുൾ ബ്ലഡഡ് എന്ന്. പിന്നെ ഏണിങ്സ് ആണ് അടുത്ത ഇതിലുള്ള പുതിയ വാക്ക്. ഏണിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമ്പാദ്യം അല്ലെങ്കിൽ വരുമാനം എന്നർത്ഥം. പിന്നെ അടുത്തതാണ് മിയാഗ്ര എന്ന് പറഞ്ഞ വാക്കാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തുച്ഛമായ വളരെ കുറഞ്ഞ വരുമാനത്തിനാണ് മിയാഗ്ര എന്ന് പറയുന്നത്. അവന് സോളിറ്ററി നേരത്തെ പഠിച്ചാണ്. ഏകം എന്ന് ഒന്ന് മാത്രമല്ല സോളിറ്ററി എന്ന് പറഞ്ഞു. പിന്നെ ടെംപ്റ്റേഷൻ നേരത്തെ പറഞ്ഞ നമ്മൾ ടെംപ്റ്റിങ്, പ്രലോഭിപ്പിക്കുക, കണ്ണാടി നോക്കാൻ വേണ്ടി എന്നെ പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്നതാണ്. പിന്നെ മൊസ്റ്റാഷ് അറിയാലല്ലോ എല്ലാ കുട്ടിക്കാരും, മേൽമീശ, അതിനാണ് എന്ത് പറയുന്നത്? മൊസ്റ്റാഷ് എന്ന് പറയുന്നത്. ഇതിൽ എന്തുണ്ട്? 4-ാമത്തെ ചോദ്യം നോക്ക്. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. പിക്ക് ഔട്ട് ഫ്രേസസ് ആൻഡ് എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി ടു ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞു, ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. ആ കാലഘട്ടങ്ങളിൽ ഞാൻ സൗന്ദര്യ ആരാധകനായിരുന്നു. പിക്ക് ഔട്ട് ഫ്രേസസ് ആൻഡ് എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി ടു ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ന്യായീകരിക്കാൻ ഈ പാഠഭാഗത്തിലെ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം സുന്ദരനാണ് എന്ന് കാണിക്കുന്നത് എന്നാണ് ചോദ്യം. ഇത്രയും കാര്യമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇത് നമ്മൾ 4 മുതൽ 7 വരെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെ ഓരോ സെക്ഷൻ കഴിഞ്ഞാലും നമ്മൾ ഇത് കഴിഞ്ഞാൽ സ്നേക്ക് ആൻഡ് മിറർ എന്നുള്ള പാഠഭാഗം കഴിഞ്ഞാൽ അതിൻ്റെ ചോദ്യോത്തരം കൂടി ഇതിൽ തരുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി വായിച്ചതിന് ശേഷം ഞാൻ പറയുന്നതും കൂടി കേട്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ തീർച്ചയായും അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാ കുട്ടികളും ഇത് കൃത്യമായി കേട്ടതിന് ശേഷം അത് നോട്ടിലേക്ക് കൃത്യമായി എഴുതി വെക്കണം. ബാക്കി ഇതിൻ്റെ ഭാഗമുണ്ട്. നമുക്ക് അടുത്ത ദിവസം നമ്മൾ 25-ാമത്തെ പേജിലെ 8 മുതൽ 14 വരെയുള്ള പാരഗ്രാഫ് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചതിന് ശേഷം ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.